പാലോട് രവിയെയും ഒപ്പം കോൺഗ്രസിനെയും വെട്ടിലാക്കിയ ആ ഫോൺ സംഭാഷണത്തിൽ പാലോട് രവിയുമായി സംസാരിച്ച കോൺഗ്രസ് പ്രവർത്തകൻ ജലീൽ ഇപ്പോൾ ന്യൂസ് മലയാളത്തിനൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഹാൻസ് ജോൺ ആണ് അവിടെ നിന്നും ജലീലിനൊപ്പം ചേരുന്നത്. ഹാൻസ്, അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ജലീലിന്റെ വിശദീകരണങ്ങൾ? ലക്ഷ്മി, ജലീൽ ഇപ്പോൾ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. മുൻ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്നു ജലീൽ. അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടിക്കെതിരെ പ്രവർത്തനം നടത്തിയതിനെ തുടർന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം തേടാം. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആഴ്ചകൾക്ക് മുൻപ് നിങ്ങൾ തമ്മിൽ സംഭവിച്ച ഒരു സംഭാഷണമാണ്. ഇതെങ്ങനെയാണ് പുറത്തു പോകുന്നത്? എന്താണ് പ്രതികരണം? ഇത് ശ്രീ പാലോട് രവിയെ ഞാൻ തേമാവട്ടിൽ പങ്കെടുക്കേണ്ട ഒരു മെയ് 9 നടക്കേണ്ട ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം കൃത്യമായി പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അക്കൂട്ടത്തിൽ ഞാൻ പ്രാദേശികമായി ഇവിടുത്തെ ഓരോ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്കൊരു ക്ലാസ് എടുക്കും കണക്കുള്ള രീതിയിൽ നമ്മളങ്ങനെ നിന്നാൽ പറ്റത്തില്ല, പാർട്ടിയെ ശക്തിപ്പെടുത്തണം, തമ്മിലടിക്കരുത്, ഓരോരുത്തരും ഓരോ പൊതുജനങ്ങളെ കണ്ട് ചേട്ടാ അങ്ങനെയൊക്കെ വിളിച്ച് നമ്മൾ ആൾക്കാരെ വശീകരിച്ച് കൊണ്ടുവരണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം എനിക്ക് തന്നത്. പക്ഷെ അതിൽ തെറ്റായിട്ട് അദ്ദേഹം എന്നെ പറഞ്ഞില്ല, നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ വേറൊന്നും പറഞ്ഞില്ല. ശരി സാറേ, സാറ് DCC പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഒരു ബ്ലോക്ക് സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ പ്രവർത്തനം പാർട്ടിക്ക് അനുകൂലമായി എൻ്റെ ഭാഗത്തുണ്ടാവും എന്ന് പറഞ്ഞാണ് 8 മിനിറ്റുള്ള ദൈർഘ്യം അവസാനിച്ചത്. പക്ഷേ പാലോട് രവിയെ ക്ഷണിക്കാൻ പോയോ എന്ന് രതീഷ് ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അദ്ദേഹം ക്ഷണിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്ഷണിച്ച്. അപ്പോൾ അവർക്കൊരു സംശയമുണ്ട്, ക്ഷണിക്കാൻ സാധ്യതയില്ല എന്ന്. ഇല്ല, ക്ഷണിച്ചു. എന്നാൽ ജലീൽക്ക് ആ ഒരു വോയിസ് എനിക്ക് ഇട്ടുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇട്ടുകൊടുത്തു. പെട്ടെന്ന് എനിക്കൊരു സംശയം തോന്നി, ഞാൻ ഡിലീറ്റ് ചെയ്തു. ഈ രതീഷ് ആരാണ്? രതീഷ് എന്ന് പറയുന്നത് നേരത്തെ ആട്ടുകാൽ ബൂത്ത് പ്രസിഡന്റായിരുന്നു കോൺഗ്രസിൻ്റെ. പുല്ലമ്പാറ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. 3-4 കമ്മിറ്റിയിൽ സ്ഥിരം അദ്ദേഹം പങ്കെടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആ കമ്മിറ്റിയിൽ നിന്നും ബോർഡ് ഒഴിവാക്കി. ഇപ്പോൾ അദ്ദേഹം ഒരു സ്ഥാനമാനങ്ങളുള്ള ആളല്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലാണ് ഞാൻ ഈ ശബ്ദ സന്ദേശം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത്. അദ്ദേഹം 100% അദ്ദേഹമാണ് പുറത്തു വിട്ടത്. ഞാൻ വേറെ ആർക്കും അയച്ചിട്ടില്ല. ഞാൻ ഡിലീറ്റ് ചെയ്തപ്പോൾ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ആ മൊബൈലിൽ നിന്ന് വേറെ വൈഫിനോ ആരെങ്കിലും വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് പിന്നീടാണ് പുറത്തേക്ക് ലീക്കായത്. പിന്നെ പലതവണ പാർട്ടിയിൽ ചർച്ചയ്ക്ക് വന്നപ്പം എൻ്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായി. അതിനുശേഷം ഞാൻ 1-2 തവണ പാലോട് രവിയെ നേരിൽ കണ്ടു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ്, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇല്ലായിരുന്നു. ഇടയ്ക്ക് തേമ്പാമുട്ടിൽ വന്നപ്പോഴും എൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വന്നത്. അതുപോലെ അദ്ദേഹത്തിന് എനിക്ക് വർഷങ്ങളോളമായി അറിയാം. ഞാൻ 77 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിന് അറിയാം. 81 ഞാൻ സർവീസ് കയറുന്ന കാലം തൊട്ട് ഇന്ന് ഇവരെ അറിയാവുന്ന ഒരാളാണ്. എൻ്റെ സർവീസ് സംഘടന, ഞാൻ വാട്ടർ അതോറിറ്റിയിലാണ് വർക്ക് ചെയ്തത്. അതിൽ യൂണിയൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു വർഷങ്ങളോളം. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് വേണ്ടപ്പെട്ടൊരു കക്ഷിയാണ് അദ്ദേഹം. രതീഷിന് ശബ്ദ സന്ദേശം അയച്ചു കൊടുത്തത് നിങ്ങളുമായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണോ, അല്ലെങ്കിൽ അടുത്ത എപ്പോഴെങ്കിലും ആണോ? അല്ല, അതിന് ഒരാഴ്ച കഴിഞ്ഞ്, 2-3 ദിവസം കഴിഞ്ഞ്, എനിക്ക് ഡേറ്റ് ഓർമ്മ വരുന്നില്ല. വന്നു, ഞാൻ അയച്ചു കൊടുത്തു. അയാൾ വിളിച്ച് ചോദിച്ച ഉടനെയാണ് ഞാൻ അയച്ചു കൊടുത്തു. എനിക്ക് ജലീലിന്റെ പ്രതികരണം എടുത്തുകൊള്ളുക, അത് പിന്നീട് നമുക്ക് വിശദമായി നൽകാവുന്നതാണ്. മറ്റു വാർത്തകളിലേക്ക് കടക്കാം.